Good morning, all. Good morning, ma'am. Morning, ma'am. Yeah, good morning. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു? മലയാളം സെന്റൻസ് തന്നോ ഞാൻ? Yes. സോ എങ്ങനെയുണ്ടായിരുന്നു? സെന്റൻസ് കിട്ടായോ? Yes, ma'am. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു പോകും. ബ്രേക്ക്ഫാസ്റ്റ് സമയം കഴിഞ്ഞല്ലേ? എന്നാലും കഴിച്ചോ? കഴിച്ചു, ma'am. ആക്റ്റീവാണ്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. റെഡിയാണല്ലോ? Yes, ma'am. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. എഴുതാം. പാസ്റ്റ് ടെൻസ് അതിലെ സിമ്പിൾ പാസ്റ്റ് ആണ്. ഫസ്റ്റ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് എന്താണ്? V2. ഓക്കെ, V2 ആണ്. സബ്ജക്ട് പ്ലസ് V2 ആണ് സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത്. മലയാളം എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ചെയ്യുന്നു എന്നായിരുന്നു. പാസ്റ്റ് ആകുമ്പോ അവിടെ കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ചെയ്തു എന്ന് വരും. ചെയ്തു. ഓക്കെ, അപ്പോ V2 ഫോം അറിയാലോ. V1 റൈറ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് റോട്ട് റിട്ടേൺ അല്ലെ റോട്ട് ആണ് V2 ഫോം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോ ഒരു മലയാളം പറയുകയാണെങ്കിൽ അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. എങ്ങനെയാ പറയാ? അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. How can we say that? He went to his friend's home. എന്താണ്? എല്ലാവരും ടയർഡ് ആണോ? പഠിച്ച് ടയർഡ് ആയിട്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണോ? എന്താണ്? ചെറുതായിട്ട് ബോറിംഗ് ആണ്. ആണോ? എന്താണ്? ബോറടിച്ചിരിക്കുന്നതാണോ അല്ലെങ്കിൽ ടയർഡ് ആണെന്നാണോ പറഞ്ഞത്? എല്ലാവരും പറയുമെന്ന് ചുമ്മാ ഒന്ന് സംസാരിച്ച എല്ലാവരും ആക്റ്റീവ് ആകും. ടയർഡ് ആണ്. അയ്യോ, അത്രയും പഠിച്ചു നിങ്ങള്. ഒരുപാട് പഠിക്കാനുണ്ടായോ? ടയർഡ് ചെറിയ തെറ്റാണ്. ഓക്കെ, ബാക്കി എല്ലാവരും എങ്ങനെയാണ്? Yeah, he went to his friend's house. Okay. ഇതാണ് എല്ലാവരും ഉറക്കാണോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇതാണെന്ന് വിട്ടത്. ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഉണ്ട്. പിന്നെന്താണ്? എന്ത് പറ്റി? നിങ്ങൾക്ക് സംസാരിക്കുമെന്നാല് ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? സ്റ്റഡീസ് എങ്ങനെ പോകുന്നു? പറയൂ. കുഴപ്പമില്ല മാം. കുഴപ്പമില്ല. ആരോഗ്യം മിണ്ടാത്തില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് ആൻസർ വരുന്നത്. എല്ലാവർക്കോ? എനിക്ക് ഇന്നൊരു ചെറിയ ജലദോഷവും തൊണ്ടയടപ്പും മാം. അതാണ്. പിന്നെന്താണ്? പിന്നെന്തായാലും മിണ്ടാത്തേ? സംസാരിക്കുന്നവരൊന്നും കാണുന്നില്ലല്ലോ.
അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. രണ്ടുപേരും മാത്രം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി ആരും എന്താ മിണ്ടാത്തേ? മനസ്സിലാവുന്നതാണോ? മനസ്സിലാവുന്നതാണോ? പറയൂ ജിഫി. ജിഫിക്ക് മനസ്സിലായില്ല? മനസ്സിലായി. പിന്നെ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നില്ല? ഇപ്പോഴത്തെ ക്ലാസ് എടുത്ത് പോയാൽ മതിയോ ഞാൻ? ഓക്കെ, അവൻ അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. He went to his friend's home. Yeah. Then okay, yeah. So okay, GP. ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു. എങ്ങനെയാ പറയാം? ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടു. പറയൂ. ഞാൻ ആരോട് അതൊക്കെ ചോദിക്കുന്നേ? ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഞാൻ തന്നെ ആൻസർ പറയുന്നു. എന്താണ് ഇങ്ങനെ? I watched a movie yesterday. കഴിഞ്ഞ ക്ലാസ്സിൽ വെരി മച്ച്. ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ കണക്ഷൻ കിട്ടില്ല. ഓക്കെ, യെസ്. ഓക്കെ, പറയൂ. I saw a movie yesterday. I watched a movie yesterday. Yeah, I watched a movie yesterday. So എന്ന് പറയാം, പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വാച്ച് ആണ് പറയാറ്. അല്ലെ? ഞാൻ ഇപ്പോ ഞാൻ ഇന്നലെ അവനെ കണ്ടു എന്നാണെങ്കിൽ എങ്ങനെ പറയും? ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഞാൻ ഇന്നലെ അവനെ കണ്ടു. I saw him yesterday. Yeah, I saw him yesterday. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഞാൻ ഇന്നലെ അവനെ കണ്ടുമുട്ടി എന്നാണെങ്കിലോ? കണ്ടുമുട്ടി. കണ്ടുമുട്ടി, കണ്ടു എന്നത് സെയിം തന്നെയാണ്. സോ എല്ലാവരും കൂടെ വേറെന്ത് പറയാൻ പറ്റും? പറയൂ. Yes. I met him. Correct. I met him yesterday. I met him yesterday. Okay. അപ്പോ ഇതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ കിട്ടി, മലയാളം മീനിങ് കിട്ടി, കുറച്ച് മലയാളം സെന്റൻസ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് was or were plus subject plus was or were plus എന്താ പറയാ? verb ing. Subject plus was or were plus verb ing. ഓക്കെ, മലയാളം വരുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാ വരാം. കഴിഞ്ഞു പോയ കാര്യമാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെയാ പറയാ? ഞാൻ എന്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെയാണ് അവിടെ. I was finishing my homework എന്നാ പറയാട്ടോ. ing form പറയണ്ടേ? I was finishing my homework. ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിനിഷിംഗ് ഓർ കംപ്ലീറ്റിംഗ് എന്ന് പറയണം. verb ing form വരണം. അല്ലെ, ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ചെയ്യുകയായിരുന്നു എന്നാണ്. I was ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല, ചെയ്യുകയായിരുന്നു എന്ന് വരും. ഞാൻ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് കേട്ടോ വരാം. സോറി, മിസ്റ്റേക്ക്. ചെയ്യുകയായിരുന്നു. ഞാൻ അവൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവൾ ഫോണിൽ ആയിരുന്നു. അവർ പറയൂ, അവർ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. പ്രപ്പോസിഷൻ എന്തായിരിക്കും വരാ? എന്ത് ഫോണാണോ? മീഡിയ ആണെന്ന് പറയാം. മീഡിയ വരുമ്പോ on the phone. They were speaking on the phone. ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. We were playing football. Yes, we were playing football. Okay. അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പേരും ആണ് വരാം. ഇപ്പൊ ചെയ്യുകയായിരുന്നു എന്നൊരു മീനിങ് ആണ് മലയാളത്തിൽ വരുന്നത്. അടുത്തൊരു ടെൻസ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. മീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വരും. ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു വരാം. ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പറയൂ. I had gone to his home. I had gone to his home. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പറയുന്നുണ്ടോ? We had cleaned the house. We had cleaned the house. Okay. Yeah. അടുത്ത ടെൻസ് ഏതാ? Past perfect continuous tense. Past perfect continuous. Structure subject plus had plus been plus verb ing. Subject plus had plus been plus verb ing. മലയാളം മീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 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 ഞങ്ങൾ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഞങ്ങൾ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 2 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I had been studying English for 2 hours. ഞങ്ങളാണെങ്കിൽ we had been studying English for 2 hours എന്ന് പറയാം. Okay? Yeah, we had been studying English for 2 hours. Correct. Okay, രണ്ടുപേരും മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടോ? പറയൂ. To be honest. ബോറടിക്കുന്നുണ്ടോ? ക്ലാസ്സിലുണ്ടോ എല്ലാവരും? ഇല്ല. യെസ് ഉണ്ട്, എനിക്ക് തോന്നി. ഇല്ലാത്ത ക്ലാസ്സിലുണ്ട് എന്നാണല്ലേ? ഓക്കെ. അപ്പൊ ആർക്കും ബോറടിക്കത്തില്ല? എങ്ങനെ ബോറടിക്കുന്നുണ്ട്? എനിക്ക് ബോറടിക്കുന്നുണ്ട്. സത്യം പറയാലോ, എനിക്ക് ബോറടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, പിന്നെന്താ ആരും മിണ്ടാതെ? എന്താ റെസ്പോണ്ട് ചെയ്യാതെ? ക്ലാസ് ഭയങ്കര ഷോക്കാണല്ലോ. എന്ത് പറ്റി? ആരും റെസ്പോൺസ് ഇല്ല. എന്ത് പറ്റി എല്ലാവരും? ചോദിക്കുന്നതിന് മറുപടി പോലും പറയുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ ക്ലാസ് എടുക്കാം? എന്തെങ്കിലും ഒന്ന് പറയൂ ആരെങ്കിലും. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതിന് ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും ഇതിന് ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നോ സംസാരിക്കാൻ വേണ്ടി? ഏതൊക്കെ ടോപ്പിക് തന്നിട്ടുണ്ട്? ഫാമിലി, ഇംഗ്ലീഷ്. ഓക്കെ, ഈ 2 ടോപ്പിക് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. യെസ്. ഓക്കെ. Okay, the other topic for the next class is confidence. Okay, confidence എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ ആണോ? കോൺഫിഡൻസ് എല്ലാവരും പറയണം. ഓക്കെ, എല്ലാവരും 1 or 2 മെസ്സേജ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി ആരും എന്താണ് ക്ലാസ്സിൽ ഇല്ലാതെ? എല്ലാവരും ഇത് പറഞ്ഞേ. നിങ്ങൾ സംസാരിക്കട്ടോ, ക്ലാസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബോറടിക്കും. ഓക്കെ, ബോറിംഗ് ആയിരിക്കും. റെസ്പോണ്ട് ചെയ്യാം, മാക്സിമം റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാലോ, ചുമ്മാ വർത്തമാനം പറയാം, കൂളായിട്ടിരിക്കുക, റിലാക്സിലിരിക്കുക. ക്ലാസ്സിൽ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ ഒരു ആക്റ്റീവ് ഇപ്പൊ കാണുന്നില്ല. ഭയങ്കര എല്ലാവരും ഭയങ്കര ഗുണമാണ്. ഓക്കെ, അപ്പോ പ്രസന്റ് പാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കില് ഞാൻ കഴിഞ്ഞ ക്ലാസ്സില് പ്രസന്റ് ടെൻസിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് മലയാളം സെന്റൻസ് ആക്കിയിരുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ക്ലാസ്സില്. എത്ര സെന്റൻസ് നമ്മൾ തന്നു? എത്ര സെന്റൻസ് ഉണ്ടായിരുന്നു? 40 സെന്റൻസ് തന്നിരുന്നു മാം. 40 സെന്റൻസ് ഉണ്ട് അല്ലെ? ഈ 40 സെന്റൻസും അതിനെ നമുക്ക് പാസ്റ്റിലേക്ക് മാറ്റാൻ പറ്റും അല്ലെ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആക്കാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആക്കാം.
പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് ആക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഈ 40 എണ്ണത്തിനെയും പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് ആണോ? ഓക്കെ, ഇപ്പൊ ചെയ്യുന്നോ അതോ നാളെ ചെയ്യുന്നോ? നാളെ അല്ല, നെക്സ്റ്റ് ക്ലാസ്. എന്താ ടീച്ചർ പറയുന്ന പോലെ. ടീച്ചർ പറയുന്ന പോലെ. ഓക്കെ, എന്നാ ഇപ്പൊ ചെയ്യില്ല കേട്ടോ. അല്ലെങ്കിൽ ഫ്യൂച്ചറും കൂടി ഞാൻ എടുക്കട്ടെ. ഓൾറെഡി നിങ്ങൾക്ക് ടെൻസ് അറിയാലോ. ടെൻസ് ഇപ്പൊ ക്ലിയർ ആയോ? നവീൻ മിസ് ഏകദേശം കുറച്ച് എല്ലായിടത്താണ് കവർ ചെയ്താണ് അല്ലെ? ഓക്കെ ആണ് മാം. അപ്പൊ ഫ്യൂച്ചറോട് ഞാൻ പറഞ്ഞു പോട്ടെ. ടെൻസ് Okay, ma'am. കഴിഞ്ഞല്ലോ. Okay. Yeah, next out. Simple future. Simple future send structure വരുന്നത് subject plus will plus V1. Subject plus will plus V1 ആണ്. ഇവിടെ മലയാളം വരുന്നത് ഞാൻ ചെയ്യും. ചെയ്യും എന്നാണ്. ഞാനവിടെ പോകും, ഞാനവിടെ കാണും, ഞാനവിടെ എഴുതും, ഞാനത് ചെയ്യും. ആ ഒരു മീനിങ്ങിലാണ്. ഫ്യൂച്ചർ ആണല്ലോ, വരാൻ പോകുന്ന കാര്യമാണ്, നമ്മൾ അങ്ങനെ പറയുള്ളൂ. അപ്പൊ ചെയ്യും എന്നൊരു മീനിങ്ങിലാണ് ഇവിടെ വരാം. ഞാനിവിടെ പോകും, I will go there. ഞാനത് ചെയ്യും, I will do that. I will do it. ഓക്കെ, അപ്പൊ ബില്ല് വെച്ചിട്ട് വേണം. ഫ്യൂച്ചറിൽ മെയിൻ ആയിട്ട് ബില്ലാണ് യൂസ് ചെയ്യുക. അപ്പൊ ബില്ല് വെച്ചിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത്, വില്ലിന് ശേഷം യൂസ് ചെയ്യേണ്ടത് വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. ഓക്കെ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസില് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വേർബ് ing. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വേർബ് ing ആണ് വരാ. ഇതിന് മലയാളം മീനിങ് എന്തായിരിക്കും വരാം? ചെയ്യുകയായിരിക്കും എന്ന് വരും. ചെയ്യുകയായിരിക്കും, അവൻ എഴുതുകയായിരിക്കും. എഴുതി റൈറ്റിംഗ്, അവൻ എഴുതുകയായിരിക്കും, അവൻ കളിക്കുകയായിരിക്കും, എഴുതി പ്ലേയിങ്, അവൾ ഗിറ്റാർ വായിക്കുകയായിരിക്കും, ഗിറ്റാർ. ഓക്കെ, അപ്പോ ആയിരിക്കും എന്നാണ് വരാ. അവൻ ചെയ്യുകയായിരിക്കും എന്നൊരു മീനിങ്ങിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റില് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് വരാം. ഓക്കെ, സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. അതായത് അത് ചെയ്തിട്ടുണ്ടാകും എന്നൊരു പേരാണ്. ഓക്കെ, അവരുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. He will have finished his homework. അവൻ അവന്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. അവൻ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടാകും. He will have gone to his house. ഓക്കെ, അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകും. അവർ അവിടെ എത്തിയിട്ടുണ്ടാകും. They will have reached there. ഓക്കെ, അവർ ദുബായിൽ പോയിട്ടുണ്ടാകും. They will have gone to Dubai. Yes, future perfect tense subject plus will plus have plus V3 ആണ് വരാം. Subject plus will plus have plus V3. ചെയ്തിട്ടുണ്ടാകും എന്നൊരു മീനിങ് ആണ്. ചെയ്തിട്ടുണ്ടാകും, അവരത് ചെയ്തിട്ടുണ്ടാകും, അവരോട് പോയിട്ടുണ്ടാകും, അവരുടെ അവിടെ കണ്ടിട്ടുണ്ടാകും, അവൻ അവളെ കണ്ടിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ he will have met her or saw her, seen her, sorry, seen her. അവൻ അവളെ കണ്ടിട്ടുണ്ടാകും. he will have seen her എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് future perfect continuous tense subject plus will plus have plus been plus verb ing. Subject plus will plus have plus been plus verb ing ആണ് വരാ. മീനിങ് വരുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ,
അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. He will have been playing cricket. കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. He will have been playing cricket. Then they will have been going to school. അവരെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. Yeah. Okay. അപ്പൊ ഇതാണ് present, past, future tense. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതുകൊണ്ട് കുറച്ച് സ്പീഡ് എടുത്തു എന്നുള്ളൂ. Is it clear or not? Do you have any doubts about this tense? Yeah, clear ആണ്. Clear ആണല്ലോ. അപ്പോ ഈ 40 മലയാളം സെന്റൻസ് ഉണ്ടല്ലോ, അത് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും മാറ്റാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ ഫ്യൂച്ചറും സിമ്പിൾ പാസ്റ്റിലേക്കും മാറ്റാം. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസിലേക്ക് മാറ്റാം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ഈ 40 മലയാളം സെന്റൻസിനെയും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഓക്കെ, അതോടുകൂടി നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം ടെൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും. അടുത്ത ക്ലാസ്സിലേക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക് നോക്കിയിട്ട് വരാം. എല്ലാവരും പ്രസന്റ് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അങ്ങനെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മാക്സിമം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ മൈക്ക് മാത്രമല്ല ക്യാമറയും കൂടെ ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ നോക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നിർബന്ധിക്കുന്നില്ല, കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാം. പക്ഷെ ക്യാമറ ഓൺ ചെയ്തത് കുറച്ച് ബെറ്റർ ആണ്. അത് നമുക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നവ്യ മിസ്സിനി എവിടെ വരെ എടുത്തു എന്ന് പറയുമോ? ടെൻസ് കഴിഞ്ഞു, ആക്റ്റീവ് വോയിസ്, റെക്കോർഡ് സ്പീച്ച്, ഇത് രണ്ടും എടുത്തിരുന്നോ? പറയൂ. ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്, അത് കൂടാതെ റെക്കോർഡ് സ്പീച്ച് എടുത്തിരുന്നോ? ഈ ടോപ്പിക് രണ്ടും എടുത്തിരുന്നോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ഇല്ല മാം. ഇല്ല. ടെൻസ് എടുത്തിട്ടുണ്ടായിരുന്നോ? ടെൻസ് തന്നെയായിരുന്നു കൂടുതലും. പിന്നെ കുറച്ച് ക്ലാസ് മിസ്സായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ടോപ്പിക് നോക്കാം. അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് നോക്കാം, ആക്റ്റീവ് വോയിസ് ഒക്കെ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പോ സ്റ്റോറി, മലയാളം സ്റ്റോറി, ഒരു മലയാളം സ്റ്റോറി ഞാൻ അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ബേസിലാണ് ആ സ്റ്റോറി ഉള്ളത്. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇപ്പോ എഴുതിക്കോളൂ കേട്ടോ. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തുണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ
രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള അല്ലെങ്കിൽ കിണറിനടുത്തിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. Okay, is it finished? കഴിഞ്ഞോ? No, ma'am. ഓക്കെ, ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്ത് ഉണ്ടായിരുന്നു. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർണ്ണപ്പന്ത് അടുത്തുള്ള കിണറ്റിൽ വീണു. രാജകുമാരി കരയാൻ തുടങ്ങി. കിണർ വക്കിലിരുന്ന ഒരു തവള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, മലയാളം എഴുതി കഴിഞ്ഞിട്ട് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പറയാം. ഓരോരുത്തരായിട്ട് വായിക്കാം. എന്താണോ നിങ്ങൾ എഴുതിയത് അത് വായിക്കാം. ഫസ്റ്റ് നിങ്ങൾ ഓരോ സെന്റൻസും നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക. Then you can write it down on your notebook in English. Okay.
Everyone finished it? അതെങ്ങനെ കഴിഞ്ഞോ? ആരെങ്കിലും കഴിഞ്ഞോ? No? പെട്ടെന്ന് എഴുതാം കേട്ടോ. ടെൻസ് ആണെങ്കിൽ പേ ചെയ്യാം. ഇത് സിമ്പിൾ അല്ലേ? ടെൻസ് നോക്കാം. അതിനുശേഷം നമുക്ക് അറിയാലോ ഓരോ വേർഡ്സ് വെച്ചിട്ട് കണക്ട് ചെയ്ത് എഴുതാം. ഏതാണ്, സബ്ജക്ട് ഏതാണ്, എഴുതാം. പറയാം നമുക്ക്. കഴിഞ്ഞോ? കഴിഞ്ഞോ? രാജേശ്രീ, അൻസു, ജിപ്പി, അമൃത, ഷഫീന. കഴിഞ്ഞോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. റെസ്പോണ്ട് ചെയ്യൂ. കഴിഞ്ഞിട്ടില്ല മാം. കഴിയാനായി. ഞാൻ എഴുതിയത് ഒരു വായിക്കട്ടെ മാം. Thank you. Once upon a time, there was a good king. The king's daughter was very beautiful. The princess had a ball that shined like sun. She loved to play in the garden. One day, the princess was playing the ground. The ball fell down near the well. She was starting to cry. Okay. ഇനി ആരെങ്കിലും? എഴുതിട്ടില്ല.
ലെഫ്റ്റ് ആയി കൊണ്ടിരിക്കുകയാണല്ലോ. എഴുതാൻ പറ്റുന്നുണ്ടല്ലോ അവർക്കും. ഓക്കെ, അൻസു കേൾക്കുന്നുണ്ടോ? യെസ് മാം. വായിക്കൂ. മാം എനിക്ക് മലയാളം അറിയില്ല, ഞാൻ ഇംഗ്ലീഷില്. മലയാളം അറിയില്ല. ഇല്ല. ഇംഗ്ലീഷ്. Once upon a time there was a king and a beautiful doctor. The ball fell into the water. The girl cried. Okay, yeah. രാജേശ്രീ. ജിഫി. മിസ് ഞാൻ പറയാം, ശരിയായ എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എങ്കിലും പറയാം. A king is lived in a place. He have a fairy daughter. She had a ball. It is very bright and as same as sun. One day she played with the ball. That time the ball fell down the well, nearest well. She is crying. A frog is sitting beside the well. The frog was watching all of them. ഇനി വേറെ ആരെങ്കിലും എഴുതുന്നുണ്ടോ? വായിക്കുന്നുണ്ടെങ്കിൽ വായിക്കാം, ആർക്കെങ്കിലും ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ വായിക്കാം. യെസ്, പറഞ്ഞത് ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. അതെന്താണ്? ടെൻസ് പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്, മേക്ക് ചെയ്യാവുന്നതാണ് അല്ലെ? അപ്പൊ once upon a time there was a നല്ലവനായ രാജാവാണ്. അപ്പൊ once upon a time there was a kind king in a place. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. there was a kind king in a place എന്ന് പറയാം. ഒരിടത്തൊരു നല്ലവനായ രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു. രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു എന്ന് പറയുമ്പോ പാസ്റ്റ് തന്നെയാണ്. അപ്പൊ the king's daughter was very beautiful. അതിസുന്ദരിയായിരുന്നു. The king's daughter was very beautiful. ആ രാജകുമാരിക്ക് സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണ പന്തലുണ്ടായിരുന്നു. The prince ഉണ്ടായിരുന്നു എന്നവർ എല്ലാം പാസ്റ്റ് ആണ്. അപ്പൊ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ ഹാഡ് ആണ് വരാം. The princess had a golden ball which was shining like the sun. സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു പന്തുണ്ടായിരുന്നു. അപ്പൊ സൂര്യനെ പോലെ തിളങ്ങുന്ന എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അതുകൊണ്ടാണ് the ball which was shining like the sun. ഓക്കെ, ഇനി അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു, അതും പാസ്റ്റ് ആണ്. She ലവ് അല്ല, ലൈക്ക് അല്ല, പാസ്റ്റ് ആയതുകൊണ്ട് ലൈക്ഡ് ആണ്. She liked to play in the garden. ഗാർഡനിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഈ അപ്പോഴൊക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് when ആണ് അല്ലെ? When the princess was playing a day, when the princess was playing, ഇങ്ങനെ പറയാം. When the princess was playing a day, ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ a golden ball fell into a nearby well. അടുത്തുള്ള കിണറ്റിൽ വീണു. A golden ball fell into a nearby well. അവൾ കരയാൻ തുടങ്ങി. രാജകുമാരി കരയാൻ തുടങ്ങി. The princess started to cry. കരയാൻ തുടങ്ങി. The past അല്ലെ? Started to cry. Then ഇതെല്ലാം അടുത്ത് കിണറിനൊക്കെ ഇരുന്നിട്ട് അവിടെ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതും പാസ്റ്റ് ടെൻസ് ആണ്. A frog sitting beside the well. A frog sitting beside the well was seeing all these. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. Seeing all this. Was seeing all this. Okay, clear ആണോ?
ഒരു സെന്റൻസ്, ഒരു മലയാള സെന്റൻസ് തരുമ്പോ മലയാളം എവിടെ അവസാനിക്കുന്നു അവിടെ നിന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ്. അങ്ങനെയാണ്. അതായത് മലയാളം തുടങ്ങുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മലയാളം എവിടെ വെച്ച് അവസാനിക്കുന്നു അവിടെ നിന്ന് തുടങ്ങാം. അതായത് രാജാവിന്റെ മകൾ അതിസുന്ദരിയായിരുന്നു എന്ന് പറയുമ്പോൾ രാജാവിന്റെ മകൾ ഇത് ഓൾറെഡി ഇത് സബ്ജക്റ്റ് ആണ് തന്നെ പറയണം. The king's daughter was very beautiful. ആ രാജകുമാരിക്ക് സൂര്യൻ പോലെ തിളങ്ങുന്ന സ്വർണ്ണം ഉണ്ടായിരുന്നു. Princess had a golden ball which was shining like the sun. അവൾക്ക് പൂന്തോട്ടത്തിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു. She liked to play the garden. രാജകുമാരി ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറയുമ്പോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് when the princess was playing a day, ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പൊ ഒരു ദിവസം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസം വന്നത് ഇംഗ്ലീഷിൽ വന്നത് ലാസ്റ്റ് ആണ്, ആ സെന്റൻസിൽ ലാസ്റ്റ് ആണ്. മലയാളത്തിന്റെ ഫസ്റ്റും ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ when the princess was playing a day, golden ball fell into the nearby well. കിണറ്റിൽ വീണു അല്ലെ, golden ball കിണറ്റിൽ വീണു. അപ്പൊ ആ രീതിയിൽ വേണം ആലോചിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, ആരുടെങ്കിലും കറക്റ്റ് ആയിരുന്നോ? കുറച്ചെങ്ങനെ കറക്റ്റ് ആയിരുന്നോ? മിസ്റ്റേക്സ് ഉണ്ടോ? ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മാം, മൂന്നാമത്തെ സെന്റൻസ്. എന്റെയും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? സ്റ്റോറി നല്ലതാണോ? പക്ഷെ ഭയങ്കര സന്തോഷം എഴുതാൻ പറ്റിയപ്പോ. കുറച്ചെങ്കിലും എഴുതാൻ പറ്റി. സ്റ്റോറീസ് എങ്ങനെയാണ്? നമുക്ക് ഇങ്ങനെ ഒരു മാം ആക്ടിവിറ്റി. സ്റ്റോറി നല്ലതായിരുന്നു. അപ്പോ ഇനി വരുന്ന ക്ലാസ്സിൽ ടെൻസ് ബേസ് ആയിരിക്കും കേട്ടോ. എല്ലാ സ്റ്റോറീസും ടെൻസ് ബേസ് ആണ് അല്ലെ. മെയിൻലി പാസ്റ്റ് ടെൻസ് ആയിരിക്കും. സ്റ്റോറീസ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റിലും ഫ്യൂച്ചറിലും ഉള്ള ഒരു സ്റ്റോറി നമുക്ക് മേക്ക് ചെയ്യാം. നമുക്കത് ആക്ടിവിറ്റി ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ കുറച്ചെങ്കിലും നിങ്ങൾ അങ്ങനെ ആലോചിക്കും എഴുതുമ്പോ. ഓക്കെ, ഓക്കെ അല്ലേ? നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ക്ലാസ്സിൽ ആക്റ്റീവ് ഓക്കെ മാം. ഓക്കെ, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എനിക്കും ബോറിംഗ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിനെ കുറിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരാം, പ്രാക്ടീസ് ചെയ്ത് വരാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. കംഫർട്ടബിൾ ആണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് കൂടെ പ്രിപ്പയർ ചെയ്തിട്ട് വരാം. ഓക്കെ ആണല്ലോ? ഓക്കെ മാം. ഓക്കെ, ഓക്കെ, മൈൻഡ് ചെയ്യാൻ നമുക്ക്. ആ ടോപ്പിക് തന്നിട്ടില്ലേ? കഴിഞ്ഞ തവണ ഫാമിലി എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ ഫാമിലിനെ കുറിച്ചാണ് സംസാരിച്ചത്. അമ്മയും പറഞ്ഞില്ലേ ഫാമിലിനെ കുറിച്ചിട്ട്. അങ്ങനെ മാത്രല്ല, ഇപ്പൊ കോൺഫിഡന്റ് എന്ന് പറയുമ്പോ നമ്മളുടെ കോൺഫിഡന്റിനെ കുറിച്ചാണോ? അത് നിങ്ങളുടെ പറയാം, നമ്മളുടെയും പറയാം, അല്ലാതെ ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, ഓക്കെ മാം. കോൺഫിഡൻസ് എന്താണെന്ന് പറയാം. എന്താണ് കോൺഫിഡൻസ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ ജനറൽ ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടോ ഇല്ലയോ, അതും പറയും. ഓക്കെ മാം. ഓക്കെ, നന്നായിട്ട് ഒന്നോ രണ്ടോ സെന്റൻസ് ഒതുക്കി എടുത്തിട്ടോ. കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ട് വരുമോ, നന്നായിട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ വേണം കേട്ടോ. ഗൂഗിളിൽ നിന്ന് അങ്ങനെ തന്നെ പോയി പിടിച്ച് പറയണ്ട. നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കും. ഞാനതിന്റെ മിസ്റ്റേക്സ് ഒന്നും ഞാൻ പറയില്ല. നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, മിസ്റ്റേക്സ് അല്ല. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ നോക്കും. റൈറ്റിംഗ് സ്കിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, ബൈ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.